ഈ വയനാട്ടിലെ ഈ പ്രകൃതി ദുരന്തത്തിൽ മനുഷ്യരെല്ലാവരും വിഷമിച്ചിരിക്കുന്ന ഈ സമയത്ത് ഈ ആഴ്ച വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവർ, ജീവനും ജീവിതവും സകലവും നഷ്ടപ്പെട്ടു പോയവർ, അതുപോലെ തന്നെ സഹായത്തിന് ഇറങ്ങുന്ന ആൾക്കാർ പോലും രക്ഷാപ്രവർത്തകർ പോലും പകച്ചു നിന്ന് പോകുന്ന ഒരവസ്ഥയാണ്. ഈ ദുരന്തത്തിൽപ്പെടുമ്പോൾ എല്ലാവരും പാനിക്കാകുക ചെയ്യുക. പാനിക്കാവുമ്പോൾ അവർക്ക് പെട്ടെന്ന് വേണ്ടുന്നത് ഈ ഒരു ക്രൈസിസിൽ അവർക്ക് സഹായം വേണം, അതുപോലെ തന്നെ സപ്പോർട്ട് സിസ്റ്റവും വേണം. അത് ഗവൺമെൻറ്റും രക്ഷാപ്രവർത്തകർ, സന്നദ്ധ സംഘടനകൾ, വോളണ്ടിയേഴ്സ് ഒക്കെ അവർക്ക് ഫുഡ്, ഷെൽട്ടർ, സപ്പോർട്ട് സിസ്റ്റം ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തൊരു സ്റ്റേജിലേക്ക് വരുമ്പോൾ ചിലരൊക്കെ ഒരു ട്രോമയുടെ ഒരു മാനസിക സമ്മർദ്ദത്തിൽ പെട്ടു പോകാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് അതിൽ നിന്ന് അതിജീവിക്കുന്ന ഒരു കൗൺസിലിംഗ് ഹെൽപ്പൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള കൗൺസിലിംഗ് സഹായം വേണമെന്നുണ്ടെങ്കിൽ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അവരിങ്ങോട്ട് സഹായം തേടി വരിക എന്നുള്ളത് പ്രായോഗികമായി നടക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ അങ്ങോട്ടാണ് സഹായമായിട്ട് എത്തേണ്ടത്. അതുകൊണ്ട് ആർക്കെങ്കിലും അങ്ങനെയുള്ളവരെ അറിയാമെന്നുണ്ടെങ്കിൽ, ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കാമെങ്കിൽ ഞാൻ അവരെ അങ്ങോട്ട് ബന്ധപ്പെടുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ.